നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് എൻട്രൻസ് പരീക്ഷ എഴുതിയ 3 വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ ആശങ്ക. തിരുവനന്തപുരത്ത് പൊഴിയൂർ കരകുളം സ്വദേശികൾക്കും കോഴിക്കോട് ഒളവണ്ണ സ്വദേശിക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥിക്കൊപ്പം എത്തിയ രക്ഷിതാവിനും തിരുവനന്തപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ചു. വിഷയമിതാണ്: പരീക്ഷയിൽ പാളിയോ സർക്കാർ. ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വാട്സ്ആപ്പ് വീഡിയോകളായും നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാം. പൊതുവേദി തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് സ്കിം പരീക്ഷ നടത്തിയത് ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയും അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സർക്കാർ പരീക്ഷ നടത്തിയത്. പല കോർണറുകളിൽ നിന്ന്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിലുമൊക്കെ പരീക്ഷ ഇപ്പോൾ നടത്തരുത് എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ ഇക്കാര്യങ്ങൾ ആളുകളുടെ അഭ്യർത്ഥനയൊക്കെ നിരസിച്ചു. അതിനുശേഷം എല്ലാ ക്രമീകരണങ്ങളോടും എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് പരീക്ഷ നടത്തുന്നതെന്ന് എൻട്രൻസ് കമ്മീഷണർ അറിയിച്ചിരുന്നു. അങ്ങനെയാണ് പരീക്ഷ നടത്തിയത്. എന്നാൽ നമ്മൾ തലസ്ഥാനത്ത് നേരിട്ട് കണ്ട കാഴ്ചകളാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് നടന്ന പരീക്ഷയ്ക്ക് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വൻ ഒരു ജനപ്രവാഹം തന്നെ പല ഈ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നു. എന്നിട്ട് 5 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് 21-ാം തീയതി ആകുമ്പോൾ 3 കുട്ടികൾക്കും ഒരു രക്ഷിതാവിനും കോവിഡ് പോസിറ്റീവ് എന്ന വാർത്ത പുറത്തു വരികയാണ്. ഇത് തീർച്ചും ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണെന്ന് ഇതിനകം തന്നെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഉമ്മർ ചേരുന്നു. ഉമ്മർ, എന്ത് തോന്നുന്നു? പരീക്ഷയിൽ സർക്കാർ പാളിയോ? പരീക്ഷയിലല്ല, നമ്മളിപ്പോ പാളിയത് മൊത്തത്തിൽ പാളിപ്പോയി. അതായത് ചാറ്റൽ മഴയത്ത് കയറി നിന്നു വലിയ മഴയത്ത് ഇറങ്ങി നടക്കുന്ന കണ്ടീഷനിലാണ് ഇപ്പോ നമ്മൾ കോവിഡ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് KT ജലീൽ നല്ല മന്ത്രിസഭയുടെ മൊത്തത്തിലുള്ളൊരു പാളിച്ച ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അത്രയധികം എന്ത് സാമൂഹ്യകലമാണോ ഇതിനകത്ത് പാലിച്ചിട്ടുള്ളത്? നിങ്ങൾ ആ ചിത്രം കണ്ടില്ലേ? സാമൂഹ്യകലം പാലിച്ചോ, അവിടെ മറ്റുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളെന്തായി മൊത്തത്തിൽ ഇപ്പൊ കേരളം മൊത്തം സാമൂഹ്യ വ്യാപനം കൂടിക്കൊണ്ടിരിക്കണം. ഇവിടെ അമിതമായ ആത്മവിശ്വാസവും സോഷ്യൽ മീഡിയയും പിന്നെ ഇവരെ സൈബർ സഖാക്കളെ ഇത് കണ്ടാണ് ഇത്തരം പരീക്ഷകളൊക്കെ നടത്തിയത്. ലോകം മൊത്തം എല്ലാ പരിപാടിയും നിർത്തിവെച്ചു. കേരളത്തിന് മാത്രം ഒരു പ്രത്യേക പേരെടുക്കാനും പേരും അഡ്രസ് കൊടുക്കാനും ഒരു പരിപാടിയാണോ ചെയ്തത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇവരെ ചെയ്ത് കണ്ട്. കോഴിക്കടവിൽ നിന്ന് ഉമ്മർ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. ചാറ്റൽ മഴയിൽ എല്ലാവരും വീടിനുള്ളിലിരുന്നു, എന്നാൽ പെരുമഴയത്ത് പുറത്തിറങ്ങി നടന്നു. ഇതാണ് അവസ്ഥ എന്ന് ഉമ്മർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റു പ്രേക്ഷകൻ ചേരുന്നു. വടകരയിൽ നിന്നും ശ്രീ രാജൻ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയ 3 കുട്ടികൾക്കും ഒരു രക്ഷിതാവിനുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആശങ്ക പടരുകയാണ്. എന്ത് തോന്നുന്നു രാജന്? ഇത് സാറേ കേൾക്കാമോ? പറയൂ രാജൻ. ഇത് ശരിക്കും പറഞ്ഞ ഈ സർക്കാരിന്റെ ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം ഏറിപ്പോയതാണ്. ഇവരെ സംബന്ധിച്ച് എന്നിട്ട് കോവിഡിനെ തടഞ്ഞു നിർത്തലോ ഇതൊന്നുമല്ല കാര്യം. ഇവർക്ക് സർക്കാർ തരത്തിലൊരു ഇമേജ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ധാരണയുള്ള നീക്കായിരുന്നു. പക്ഷെ ഇത് രോഗമല്ലേ, ഇതൊരു രോഗാണുമല്ലേ. ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കുമ്പോഴേ രോഗാണുവിനെ വെല്ലുവിളിച്ച കാര്യം നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്. ബാക്കി എല്ലാവരും ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. KT ജലീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പം ജനങ്ങളെ വെല്ലുവിളിച്ച് വിഡ്ഢികളാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ രോഗാണുവിനെ വെല്ലുവിളിക്കുന്ന സർക്കാർ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ വളരെ അപകടകരമാണ്. രാജൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. രോഗാണുവിനെ വെല്ലുവിളിക്കുന്നത് സർക്കാർ നിർത്തണം. അതുപോലെ മറ്റുള്ള ആളുകളും രോഗാണുവിനെ വെല്ലുവിളിക്കുന്നത് നിർത്തിയാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് രാജൻ പറഞ്ഞു വയ്ക്കുന്നു. മറ്റൊരു പ്രേക്ഷക ചേരുന്നു. ശ്രീലേഖ, എന്താണ് ശ്രീലേഖ നിങ്ങൾക്ക് തോന്നുന്നത്? എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതിയ 3 വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ ആശങ്ക പടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് പൊഴിയൂർ കരകുളം സ്വദേശികൾക്കും കോഴിക്കോട് ഒളവണ്ണ സ്വദേശിക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരു രക്ഷിതാവിനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മണക്കാട് സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്ത് തോന്നുന്നു ശ്രീലേഖ? പരീക്ഷയിൽ പാളിയോ? മാത്രമല്ല, ഈ മക്കളെ കൊണ്ട് ഈ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ആ +2ന്റെ മാർക്ക് നോക്കിയാലും അഡ്മിഷൻ കൊടുക്കാലോ. അപ്പൊ ഇതുണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം തടയാൻ സാധിക്കുമെന്നുള്ള മനുഷ്യന്റെ ഈ ഭയങ്കരമായ ഈ കോവിഡ് പടരുന്ന സമയത്ത് കാണിക്കുന്ന അമിതമായ ആത്മവിശ്വാസം, അത് വലിയ ആശങ്കയ്ക്ക് വില കൊടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് മക്കളെ കഷ്ടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അതറിയോ? അപ്പൊ ഇതൊക്കെ +2ന്റെ മാർക്ക് നോക്കി നമുക്ക് അഡ്മിഷൻ കാര്യമാക്കുന്നതേ ഉള്ളൂ.
അത് തീർച്ചയായും ബംഗളൂരിൽ നിന്നും ശ്രീലേഖയാണ് പ്രതികരിച്ചത്. ഈ ശ്രീലേഖ പറഞ്ഞതുപോലെ കുട്ടികളെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് രക്ഷിതാക്കളടക്കം പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് മന്ത്രി പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു. പഠിക്കുന്ന കുട്ടികൾ യഥാസമയം പരീക്ഷ എഴുതിയില്ലെങ്കിൽ മാനസിക സംഘർഷത്തിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ഏപ്രിൽ മാറ്റിവെച്ച പരീക്ഷ ജൂലൈ 16 തന്നെ നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് മാനസിക സംഘർഷം ഒഴിവായിരിക്കാം ഒരു പക്ഷേയെങ്കിൽ. എന്നാൽ അതിനേക്കാൾ വലിയ ആശങ്കയാണ് പടരുന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോടും എൻട്രൻസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റു പ്രേക്ഷകർ ചേരുന്നു. വയനാട് നിന്നും മോളി എന്ത് തോന്നുന്നു? പരീക്ഷയിൽ സർക്കാരിന് പാളിയോ? ഹാമിൽ റാഫിൽ എന്ന പ്രേക്ഷകൻ ചേരുന്നു. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അത് പരീക്ഷയിൽ പാളിയെന്ന് മാത്രമല്ല, ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള അമിത ആത്മവിശ്വാസവും ധാർഷ്ട്യവും. അവരുടെ തീരുമാനങ്ങളിൽ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഇവർ ഭരണത്തിൽ കയറി അന്ന് മുതൽ എന്ത് കാര്യത്തില്, കോവിഡിലെന്ന് മാത്രമല്ല എന്ത് കാര്യത്തിലായിരുന്നാലും ഇവരുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ KT ജലീലല്ല, കിറ്റ് ജലീൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അദ്ദേഹം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊച്ചു കുട്ടികളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു ഇത്രയും ധാർഷ്ട്യമായുള്ള ഒരു ഭരണം കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതാണല്ലോ ദേശീയ തലത്തിൽ പോലും പരീക്ഷകൾ മാറ്റിവെക്കുമ്പോഴും ഇവിടെ ഹയർ സെക്കൻഡറി പരീക്ഷയും അതിനോടനുബന്ധിച്ച് എൻട്രൻസ് പരീക്ഷയും ഒക്കെ നടത്തി ജനങ്ങളെയും ഈ നാടിനെയും വലയിപ്പിച്ച, അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെങ്കിലും സെന്ററുകൾ സിറ്റി ഏരിയയിൽ നിന്നും കോർപ്പറേഷൻ ഏരിയയിൽ നിന്നും മാറ്റി ഗ്രാമപ്രദേശത്തിലെങ്കിലും സെന്ററുകളാക്കാതെ കോർപ്പറേഷൻ ഏരിയയിൽ തന്നെ കൊണ്ടുവച്ചതും അവിടെ നിന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നപ്പോൾ ഒരു കള്ളക്കടത്തുകാരി ഇവിടെ നിന്ന് കടന്നുപോയി ഇവരാരും കണ്ടില്ല. ആ സമയത്താണ് ഇവരുടെ ധാർഷ്ട്യവും ഇവരുടെ പിടിവാശിയുമാണ്. ഹാമൽ റാഫേൽ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. സർക്കാരിന്റെ അമിതമായ ആത്മവിശ്വാസമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നു. ദീപു എന്ത് തോന്നുന്നു? ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്താണ് എൻട്രൻസ് എക്സാമിനേഷൻ തിരുവനന്തപുരത്ത് നടന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 കുട്ടികൾക്കും കോഴിക്കോട് ഒളവണ്ണയിൽ 1 കുട്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്ന് തോന്നുന്നു, പരീക്ഷയിൽ സർക്കാരിന് പാളിയോ? അതല്ല, ഈ പാളിയോ എന്ന് ചോദിച്ച് ഇവിടെ വന്ന് ഈ 3 പേര് സംസാരിച്ചില്ലേ, ഇവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ? ഇവിടെ സമരം നടത്തിയില്ലേ? ഇവിടെ വാഴക്കൊല തലേ വെച്ചുകൊണ്ട് വാളയാർ ചെക്ക് പോസ്റ്റിലെ ആൾക്കാർക്ക് ഏത്തപ്പഴവും കൊടുത്ത് സ്വീകരിച്ചില്ലേ, പാസ്സില്ലാതെ അകത്ത് കയറ്റി വിടാനായിട്ട്? അതൊന്നും ഇവർക്ക് പ്രശ്നമല്ലേ? ഈ സമരം നടത്തി ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശം എന്തായിരുന്നു? ആ സന്ദേശത്തിനൊന്നും ഒരു വിലയില്ലേ? ആ സന്ദേശമല്ലേ പൂന്തുറയിലും പുല്ലുവിളയിലും അവർ A+ നേടിയത് ഈ UDF-കാര്? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ 3 എത്ര ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത്? നിങ്ങൾക്ക് അറിയില്ലേ എത്ര ലക്ഷം പേര് പരീക്ഷ എഴുതി? 1.10 1,10,000 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 3 കുട്ടികൾക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചത്. ദീപു ക്ഷമിക്കുക, തീർച്ചയായും രാഷ്ട്രീയം പ്രേക്ഷകർക്ക് ഉണ്ടാകും. എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. സാമൂഹിക വ്യാപനം തിരുവനന്തപുരത്ത് 2 ഇടങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടു. പൂന്തുറയിലും അതുപോലെ പുല്ലുവിളയിലുമൊക്കെ സാമൂഹ്യ വ്യാപനവും സൂപ്പർ സ്പ്രെഡുമൊക്കെ അധികൃതർ തന്നെ ശരിവച്ചു. ഈ കാലയളവിലാണ് തിരുവനന്തപുരം നഗരം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ട്രിപ്പിൾ ലോക്ക്ഡൌണിലായിരുന്ന സമയത്താണ് എൻട്രൻസ് പരീക്ഷ നടക്കുന്നത്. എൻട്രൻസ് പരീക്ഷയ്ക്ക് സ്വാഭാവികമായും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സർക്കാർ സ്വീകരിച്ചിരുന്നതുപോലെ മുൻകരുതലുകളിൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് സ്വീകരിക്കുക അസാധ്യമാണ്. കാരണം ഒരു സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ എത്തുന്നത് പല ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളും കുട്ടികളും രക്ഷിതാക്കളുമാണ്. അവരെ നിയന്ത്രിക്കുക സ്വാഭാവികമായും കഴിയില്ലായിരിക്കാം. ഇതെല്ലാം മുന്നിൽ കാണേണ്ടത് ആ പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള കമ്മീഷണറേറ്റിനും അതുപോലെ തന്നെ സർക്കാരിനുമൊക്കെ ബാധ്യതയില്ലേ? അതാണ് പാളിച്ചയായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പറയൂ ദീപു. നിങ്ങളിപ്പോ ഒരു സ്കൂളിന്റെ പടം കാണിക്കുന്നുണ്ടല്ലോ, ആ സ്കൂളിൽ എത്ര പേർക്ക് ഉണ്ടായി? നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ജനങ്ങളെ? 3 പേരിൽ ഒരു കുട്ടി എന്തായിരുന്നു? ആ കുട്ടി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ വേറെ ഇരുത്തിയാണ് പരീക്ഷ എഴുതിയത്. 2 പേർക്ക് വന്നു. ഇനി ചിലപ്പോൾ ഒരു 10 പേർക്ക് വരാം. 1 ലക്ഷം പേരിൽ എത്ര പേർക്ക് വന്നു? ഇതുപോലെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഇവിടെ നടത്തണ്ടേ? ഇതുപോലെയുള്ള കാര്യങ്ങൾ സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, സർക്കാർ എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ആ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഇവിടുത്തെ UDF പാലിക്കുന്നുണ്ടോ? ദുബായിൽ നിന്ന് ദീപു എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയതാകാം ഒരുപക്ഷേ. എങ്കിൽ ഈ പ്രതിസന്ധിക്ക് കാരണം 1,00,000-3 കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ കോവിഡ് വന്നത്. അതുകൊണ്ട് ആശങ്കയ്ക്ക് കാരണമില്ല, അല്ലെങ്കിൽ അടിസ്ഥാനമില്ല ആശങ്കയ്ക്ക് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നൈഫ് ചേരുന്നു. നൈഫ, എന്ത് തോന്നുന്നു താങ്കൾക്ക്?
കേരളത്തിലെ 70% എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു എക്സാമിന് ഒരു ആവശ്യവും ഇപ്പം മുന്നിൽ കാണുന്നില്ല. നൈഫ് അഞ്ചലിൽ നിന്ന് എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ 70% ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ഒറ്റ വാക്കിൽ പറയുന്നു. വിനോദ് ചേരുന്നു. വിനോദ്, എന്ത് തോന്നുന്നു? ഹലോ, പറയൂ വിനോദ്, എന്ത് തോന്നുന്നു താങ്കൾക്ക്? പരീക്ഷയിൽ പാളിയോ സർക്കാരിന്? സർക്കാരിന് പാളിയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാവോ, ഇതിനു മുമ്പും ഇതുപോലെ നടന്ന പ്ലസ് ടു പരീക്ഷ നടത്താൻ സമയത്തും ഇത് തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഹലോ, വിനോദ് പറയുന്നത് പ്ലസ് ടു പരീക്ഷ സമയത്തും പ്രതിപക്ഷം ഇതാണ് പറഞ്ഞത്. പൊതുവേദിയുടെ വിഷയം പ്രതിപക്ഷം പറഞ്ഞതല്ല. 3 കുട്ടികൾക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് 2 കുട്ടികൾക്കും ഒളവണ്ണയിൽ 1 കുട്ടിക്കും. തിരുവനന്തപുരത്ത് ഒരു രക്ഷിതാവിനും എൻട്രൻസ് എക്സാമിനേഷന് കുട്ടിക്കൊപ്പം വന്ന രക്ഷിതാവിനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊതുവേദി ഉന്നയിച്ച ചോദ്യം ഇതാണ്: ഈ പരീക്ഷാ നടത്തിപ്പിൽ സർക്കാരിന് പാളിച്ച സംഭവിച്ചു. ഇത് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യമല്ല, പൊതുവേദിയുടെ ചോദ്യമാണ്. മറ്റു പ്രേക്ഷകൻ ചേരുന്നു. പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? 100% പറയാം. കാരണം പ്ലസ് ടു പരീക്ഷ, ഞാനിപ്പോ ഒരു വിദ്യാർത്ഥിയാണ്. പ്ലസ് ടു പരീക്ഷ ഇതുപോലെ വടക്കാഞ്ചേരിയിൽ നിന്ന് അർജുൻ എന്ന വിദ്യാർത്ഥി. അർജുൻ, കേൾക്കാമെങ്കിൽ പറയൂ, എന്താണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥി എന്ന നിലയിൽ പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും ഒരു അനാസ്ഥ തന്നെയാണ്. നമുക്ക് ആ ഫോട്ടോ കണ്ടാ അറിയാം. അപ്പൊ ഞാൻ വിളിച്ച കോളർ പറഞ്ഞു ഒരാൾക്ക് ഉണ്ടായിട്ടുള്ളൂ, 2 ആൾക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന്. ഇന്നും നാളെ കൊണ്ട് തീരാൻ പോകുന്നില്ല. 14, 20, 30 ദിവസം കഴിഞ്ഞിട്ടും കോവിഡ് പോസിറ്റീവ് ആവുന്നുണ്ട്. ഇപ്പൊ അവരൊരു വീട്ടിൽ പോയി. വടക്കാഞ്ചേരിയിൽ നിന്ന് അർജുൻ എന്ന വിദ്യാർത്ഥിയാണ് പ്രതികരിച്ചത്. മറ്റു പ്രേക്ഷകൻ ചേരുന്നു. രാജൻ, കണ്ണൂരിൽ നിന്നും. രാജൻ, എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇത് പറയാൻ വെച്ചാല് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വെറുതെ ഈ പ്രതിപക്ഷത്തിലെ ചില ആൾക്കാരുണ്ടല്ലോ, കുബുദ്ധികൾ, അയക്കാളാണ് ഈ പ്രശ്നങ്ങൾ. അതിൽ കുറച്ച് മാധ്യമങ്ങൾക്കും കുറെ ഇതുണ്ട്. അവരെന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പിന്നെ കോൺഗ്രസ്സുകാരും കുറെ പിന്നെ അന്തനാടുവാദന്മാരെല്ലാം കൂടിയിട്ട് അല്ലേ, അതൊന്നും പ്രശ്നമല്ലേ? ഇപ്പതാ സ്വന്തത്തിന്റെ പേര് മനസ്സിൽ എന്തെല്ലാം ചെയ്യുന്നു. ഇവന്മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന UDF അല്ലേ? ഹലോ, കണ്ണൂരിൽ നിന്ന് രാജൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന തരത്തിലാണ് രാജൻ പറയുന്നത്. പാലക്കാട് നിന്നും രാഹുൽ ചേരുന്നു. രാഹുൽ, സ്ഥിതിഗതികൾ വ്യക്തമാണ്. എൻട്രൻസ് പരീക്ഷ എഴുതിയ കുട്ടികളിൽ 1,10,000 കുട്ടികളിൽ 3 കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സർക്കാരിന് പാളിച്ച സംഭവിച്ചോ? ഇതൊരിക്കലും സർക്കാരിന്റെ പാളിച്ചയായിട്ട് തോന്നുന്നുണ്ടല്ലോ സാറേ. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. പറയൂ രാഹുൽ. ഇത് വരുന്ന അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതെങ്ങനെ സർക്കാരിന്റെ പാളിച്ചയാകും? ഒരിക്കലും ഈ എക്സാം നടന്നില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി എന്താകുമെന്നാണ് സാറ് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതൊരിക്കലും സർക്കാരിന്റെ പാളിച്ചയല്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ, അതൊന്നും ഇവിടെ ആരൊന്നും ചർച്ച ചെയ്തില്ലല്ലോ. നിങ്ങളൊന്നും അന്ന് വിളിച്ച് ചർച്ച ചെയ്തില്ലല്ലോ. സമരങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങളാരും പൊതുവേദി ചർച്ച ചെയ്തില്ലല്ലോ. എന്തെങ്കിലും ഒരു കുറ്റങ്ങൾ കണ്ട ഉടനെ നിങ്ങൾ, അപ്പൊ ഞാൻ എല്ലാ സമയം നോക്കുന്നതാണ്. രാഹുൽ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. പൊതുവേദിയിൽ സമരസമയത്തും ചർച്ചകൾ നടന്നിരുന്നു. കൂടാതെ പൊതുവേദിയുടെ ചോദ്യം ഇതാണ്: പാളിയോ എന്നാണ് ചോദ്യം, പാളിച്ച എന്നല്ല. മറ്റു പ്രേക്ഷകൻ ചേരുന്നു. ഹരീഷ്, പരുമലയിൽ നിന്ന്. ഹരീഷ്, എന്ത് തോന്നുന്നു? എൻട്രൻസ് പരീക്ഷയിൽ സർക്കാരിന് പാളിയോ? സർക്കാരിന് ഒരിക്കലും പാളിച്ച പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ UDFന്റെ കൺവീനർ പറയുന്നത് കേട്ടു സർക്കാരിന് പാളിച്ച പറ്റും. ഈ തെരുവിൽ കൂടെ ഇവര് ഈ സമരം നടത്തിയതോ അതല്ല ഈ തിരുവനന്തപുരത്തുള്ള സാമൂഹ്യ വ്യാപനം നടന്നത്. നമ്മൾ കാണണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ. ഹരീഷ് എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. സർക്കാരിന് പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല. പ്രതിപക്ഷം നടത്തിയ സമരങ്ങൾ പോലെ അല്ല പരീക്ഷ എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഹരീഷ് പരുമല ആണ് സംസാരിച്ചത്. പൊതുവേദി തുടരുന്നു. കോവിഡ് വ്യാപനത്തിനിടെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയതിൽ പാളിച്ച സംഭവിച്ചോ എന്നാണ് പൊതുവേദി ഉന്നയിക്കുന്ന ചോദ്യം. ഇന്ന് 3 കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. എൻട്രൻസ് പരീക്ഷ എഴുതിയ 3 കുട്ടികൾക്ക്. അതുപോലെ ഒരു കുട്ടിക്കൊപ്പം സ്കൂളിലെത്തിയിരുന്ന രക്ഷിതാവിനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേർ തിരുവനന്തപുരത്തും ഒരാൾ കോഴിക്കോട് ഒളവണ്ണയിലുമാണ് പോസിറ്റീവ് ആയത്. ഈ പശ്ചാത്തലത്തിലാണ് പൊതുവേദി ഈ ചോദ്യം ഉന്നയിക്കുന്നത്: പരീക്ഷയിൽ സർക്കാരിന് പാളിയോ? രാജീവ് ചേരുന്നു പ്രതികരണവുമായി. പറയൂ രാജീവ്, എന്ത് തോന്നുന്നു താങ്കൾക്ക്?
രാജീവുമായി അനുമോദ് ചേരുന്നു. മറ്റു പ്രേക്ഷകൻ പറയൂ അനുമോദ്, എന്ത് തോന്നുന്നു താങ്കൾക്ക്? അനുമോൾ രാഷ്ട്രീയം പറയാനുള്ള ഒരു അവസരമല്ല ഇത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ചുള്ള ഒരു കളിയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും വീട്ടിലിരുത്തിയിട്ട് നമ്മളെല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്ന് പറയുന്ന സമയത്താണ് ഈ എക്സാം നടത്തിയത്. തീർച്ചയായും നമ്മുടെ പാളിച്ചയാണ്. 100 കണക്കിന് എഞ്ചിനീയറിങ്ങിനുള്ള സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ നിർബന്ധമായ ഒരു എക്സാം ഇപ്പം നടത്തിയത്. തീർച്ചയായും പാളിച്ചയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് അനുമോൾ എന്ന പ്രേക്ഷകയാണ് പ്രതികരിച്ചത്. പാളിച്ച തന്നെയാണ്. 100 കണക്കിന് സീറ്റുകൾ, 70% എഞ്ചിനീയറിംഗ് സീറ്റുകൾ സംസ്ഥാനത്ത് വേക്കൻ്റ് ആണ്. ആ അവസരത്തിലാണ് ഇങ്ങനെയൊരു എക്സാമിനേഷൻ ധൃതി പിടിച്ച് നടത്തിയത്. പ്രത്യേകിച്ച് കോവിഡ് വ്യാപന സമയത്ത് നടത്തിയത്. തിരുവനന്തപുരത്താണെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കെ ആണ് ഈ പരീക്ഷ നടത്തിയതും. മറ്റു പ്രേക്ഷകൻ ചേരുന്നു ശിവജി, എന്ത് തോന്നുന്നു താങ്കൾക്ക്? പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ? സാറേ, രാഷ്ട്രീയം പറയാമെന്ന് ദയവ് വിചാരിക്കില്ലേ. ദുബൈയിൽ നിന്ന് ദീപു രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. 8 മണിക്കാണ് സാധാരണ CPM-ന്റെ ന്യായീകരണ തൊഴിലാളികൾ TV-യിൽ വന്നപ്പെടുക. ഇപ്പൊ ഇങ്ങേര് പറയുന്നത് ഇപ്പൊ പാളിച്ച പറ്റുമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് അഭിപ്രായം പറയുന്നതിന് പകരം പുള്ളി വേറെന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ ധാർഷ്ട്യം ഒന്ന് കുറച്ചാൽ മതി. അതായത് പരീക്ഷ കുട്ടികൾക്ക് അനുചിതമായ ഒരു സമയത്ത് നടത്താതിരുന്നാൽ മതി. അപ്പൊ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടക്കുന്ന സമയത്ത് അവിടെ പരീക്ഷ വെക്കാതെ വേറെ കുറച്ചുകൂടെ കുഴപ്പമില്ലാത്ത ഭാഗത്തേക്ക് മാറ്റിയെങ്കിലും പരീക്ഷ വയ്ക്കാനുള്ള ഒരു സാമാന്യ മനസ്ഥിതി കാണിച്ചാൽ പോരായിരുന്നോ? തീർച്ചയായും ശിവജി തൃശ്ശൂരിൽ നിന്നാണ് പ്രതികരിച്ചത്. ധാർഷ്ട്യവും അമിതമായ ആത്മവിശ്വാസവും പലപ്പോഴും പല സാഹചര്യങ്ങളിലും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. സാദിഖ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ സാദിഖ്, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? 1,10,000 പേര് പരീക്ഷ എഴുതിയതിൽ 3 പിള്ളേർക്കാണ് കോവിഡ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ എടുത്ത് പെരുപ്പിച്ച് കാട്ടി നമുക്ക് അതൊരു ഇതായി കാണേണ്ട ഒരാവശ്യമില്ല. അത് സമയബന്ധിതമായി സർക്കാർ എല്ലാ പരീക്ഷകളും നടത്താറുണ്ട്. അത് നടത്തിയെന്നുള്ളതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് സാദിഖ് എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. SSLC +2 പരീക്ഷകൾ നടത്തിയ ഒരു സാഹചര്യമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പൊതുവേദിയിൽ ആദ്യ പ്രേക്ഷകൻ പ്രതികരിച്ചതുപോലെ ചാറ്റൽ മഴയത്ത് നമ്മളൊക്കെ വീട്ടിലിരുന്നു, പെരുമഴയത്ത് പുറത്തിറങ്ങി നടക്കുന്നു. അതാണ് അവസ്ഥ. വാസിൽ ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. എന്ത് തോന്നുന്നു വാസിൽ താങ്കൾക്ക്? ഒരിക്കലും ഈ സമയത്ത് ഈ എക്സാം നടത്താൻ പാടില്ലായിരുന്നു. നമുക്ക് കൃത്യമായി എഞ്ചിനീയറിംഗ് സീറ്റുകളൊക്കെ ഇത്രയും ഒഴിഞ്ഞു കിടക്കുമ്പോൾ ധൃതി പിടിച്ച് ഈ സമയത്ത് നടത്താൻ പാടില്ലായിരുന്നു അത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് തിരുവനന്തപുരത്ത് കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഈ എക്സാം നടത്തിയിട്ടുള്ളത്. ആവശ്യമായ മുൻകരുതലുകളൊന്നും നമ്മുടെ സർക്കാർ ഇതുവരെ എടുക്കാതെയാണ് ഇങ്ങനെ എക്സാം നടത്തിയത്. മഞ്ചേരിയിൽ നിന്ന് വാസിൽ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. എടുത്തുചാട്ടമായി പോയി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഹരിനന്ദ് ചേരുന്നു കൊല്ലത്ത് നിന്നും. എന്താണ് ഹരിനന്ദ് താങ്കൾക്ക് പറയാനുള്ളത്? ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥയാണ് നടന്നത്. കുട്ടികളുടെ ജീവിതം വെച്ചില്ല കളിച്ച്. എക്സാം നടത്തണം, ശരിയാണ്, കുട്ടികളുടെ ഭാവിയെല്ലാം കണക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണായ പലയിടത്തും ഇങ്ങനെ എക്സാം നടത്തുന്നത് എന്താണ്? വളരെ വലിയൊരു അനാസ്ഥയാണ് ഗവൺമെന്റ് ഭാഗത്ത്. കൊല്ലത്ത് നിന്ന് ഹരിനന്ദ് എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. പരീക്ഷ വേണം, കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കപ്പെടേണ്ട കാര്യമാണ് പരീക്ഷ, അതൊക്കെ നടത്തേണ്ടത് തന്നെയാണ്. എന്നാൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇത്തരം വലിയൊരാൾക്കൂട്ടം ഉണ്ടാകുന്ന തരത്തിൽ പരീക്ഷ നടത്തിയത് പാളിച്ചയാണ് എന്ന് ഹരിനന്ദ് പറഞ്ഞു വെക്കുന്നു. ജോസഫ് ചേരുന്നു എറണാകുളത്ത് നിന്നും. എന്ത് തോന്നുന്നു ജോസഫ് താങ്കൾക്ക്? ഈ പരീക്ഷ നടത്തേണ്ട ആവശ്യം ഞാൻ കാണുന്നില്ല. കാരണം പരീക്ഷകൾ നടത്തിയാൽ പോലും ക്ലാസ്സസ് ഈ അടുത്തൊന്നും തുടങ്ങുന്നില്ല. പിന്നെ IIT എന്ന വലിയ വലിയ ഓൾ ഇന്ത്യ ലെവലിലുള്ള പരീക്ഷ വരെ മാറ്റിവെച്ചു. പിന്നെ ഈ ധൃതിയിൽ സർക്കാരിന് എന്തിനാ പരീക്ഷ നടത്തണം? അതൊരു പാളിച്ചയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാൽ സർക്കാർ അതിനൊപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ നല്ലപോലെ കൊള്ളുന്നുണ്ട്. അപ്പം തീർച്ചയായും ജോസഫ് എറണാകുളത്ത് നിന്നും പരീക്ഷ നടത്തേണ്ടിയിരുന്നില്ല. എന്നാൽ മറ്റ് പല കാര്യങ്ങളും സർക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു എടുത്തുചാട്ടം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ജോസഫ് എറണാകുളത്ത് നിന്നും. ഷാജി ചേരുന്നു വയനാട് നിന്നും. എന്താണ് ഷാജി താങ്കളുടെ അഭിപ്രായം? നമ്മളെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ ന്യൂസ് ഇങ്ങനെ കാണുന്നു. അപ്പൊ ഈ ഒരു അവസരത്തില്, അതായത് ഇപ്പൊ ഈ സാമൂഹ്യ വ്യാപനം വഴി കണ്ടമാനം ആളുകൾക്ക് ഇത് വ്യാപിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ ഇങ്ങനത്തെ ഒരു നിയമനം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ആളുകള് ഇതൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് മാധ്യമപ്രവർത്തകരുടെ സൃഷ്ടിയാണിത്. മാധ്യമപ്രവർത്തകര് പറഞ്ഞാൽ ഒരുപാട് സത്യങ്ങൾ കൊണ്ടുവരാന്, അതായത് തെളിയപ്പെടാത്ത ഒരുപാട് സത്യങ്ങൾ കൊണ്ടുവരാൻ, നമ്മളൊക്കെ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. പക്ഷെ എന്ത് ഇതുണ്ടെങ്കിലും അതിനെ
ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മീഡിയയാണ് മാധ്യമം. അത് അറിയാത്ത അന്ധമായ രാഷ്ട്രീയക്കാർ പറഞ്ഞ ഒരു ഇതായിട്ട് ഞാൻ വയനാട് നിന്ന് ഷാജി എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. സർക്കാരിന് അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നിരവധി നിർദ്ദേശങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് മുന്നേ തന്നെ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അതാത് ജില്ലാ ഭരണകൂടങ്ങളും പരീക്ഷ നടത്തിപ്പിന് ചുമതലയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ ധാരാളം നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു. രക്ഷിതാക്കൾ കൂട്ടം കൂടി നിൽക്കരുത്, വിദ്യാർത്ഥികളെ പരീക്ഷാ സ്ഥലത്ത് എത്തിച്ച ശേഷം മടങ്ങിപ്പോകണം, ഇങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ആരും പാലിച്ചില്ല എന്നാണ് ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് പോലും ഒരു വലിയ ആൾക്കൂട്ടം, തള്ളിക്കയറ്റം തന്നെയാണ് പല സ്കൂളുകൾക്ക് മുന്നിലും കാണാൻ കഴിഞ്ഞത്. ഒരു സ്വയം സുരക്ഷാ നടപടികൾ ആരും തന്നെ സ്വീകരിച്ചിരുന്നില്ല. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രക്ഷിതാക്കൾ അവിടെ കൂട്ടം കൂടിയതെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കോവിഡ് റിസൾട്ടായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുരളി ചേരുന്നു. എന്താണ് മുരളി താങ്കൾക്ക് പറയാനുള്ളത് ബഹ്റൈനിൽ നിന്ന്? തീർച്ചയായിട്ടും ഇതൊരു വീഴ്ച തന്നെയാണ് ഗവൺമെന്റിന്റെ. നിങ്ങളുടെ വിഷയത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, ഇത്രയും ജനങ്ങൾ കൂട്ടമായിട്ട് ഒരു സ്ഥലത്തേക്ക് അടുപ്പിച്ചത് തന്നെ തെറ്റാണ്. അത് കോവിഡ് സുരക്ഷ അനുസരിച്ച് വേണ്ട രീതിയിൽ അത് നടത്തേണ്ടിയിരുന്നു. ആ ഒരു ഭാഗം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പാലിച്ചു തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ബഹ്റിനിൽ നിന്ന് മുരളി എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. SSLC +2 പരീക്ഷകൾക്ക് സാധാരണ അതാത് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് വരുന്നത്. അവരെ അവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ പരീക്ഷാ ഡ്യൂട്ടിയിലുള്ള ആളുകൾക്കുമൊക്കെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പം സാധിക്കും. അതുകൊണ്ടാണ് +2 SSLC പരീക്ഷകൾ യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ കടന്നുപോയത്. എന്നാൽ എൻട്രൻസ് പരീക്ഷ പോലെ ഒരു വലിയ പരീക്ഷ സംഘടിപ്പിക്കുമ്പോൾ ഒരു സെന്ററിലേക്ക് ധാരാളം കുട്ടികൾ പല ഇടങ്ങളിൽ നിന്ന് എത്തും. ഇവരെ നിയന്ത്രിക്കാൻ പരീക്ഷാ നടത്തിപ്പിന് ചുമതലയുള്ള അധ്യാപകർക്കോ NCC കേഡറ്റുകൾക്കോ അവിടെയുള്ള സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കോ കഴിയുകയില്ല. അതിന് തെളിവാണ് തിരുവനന്തപുരം ജില്ലയിൽ കണ്ട ദൃശ്യങ്ങളും ചിത്രങ്ങളും. ഇപ്പോൾ 3 കുട്ടികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പേർക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. പൊതുവേദി പൂർണ്ണമാകുന്നു. നമസ്കാരം.